സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1000 വർഷത്തിനു മുമ്പ് തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും തങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് പരിശുദ്ധമായ മദീനയിൽ ഒരു പുരയെടുത്തു കൊടുത്ത ചരിത്രമാണ് നാം തുടങ്ങി വെച്ചത്. അതായത് തുബ്ബഅ രാജാവും അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരും അതേപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 4000-ഓളം വരുന്ന ആലിമീങ്ങൾ പരിശുദ്ധമായ കഅബ ശരീഫ് വിട്ട് മദീനയിലേക്ക് പോയി, അഥവാ അന്നത്തെ യസ്രിബിലേക്ക്. ആ മദീനയിൽ എത്തിയപ്പോൾ 4000 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിട്ടൊരു ചർച്ച നടത്തി. ആ ചർച്ചയുടെ അധ്യക്ഷനാരാണ്? ഫസ്റ്റ് തുബ്ബഅ രാജാവിന് രോഗം വന്നപ്പോൾ ഞാൻ ചികിത്സിക്കാമെന്ന് പറഞ്ഞൊരു ആലിമുണ്ടല്ലേ, അയാളാണ് ആ 4000-ഓളം വരുന്ന ആലിമീങ്ങളുടെ അന്നത്തെ ചർച്ചയുടെ അധ്യക്ഷൻ. തീരുമാനിച്ചിട്ട് അവരെ കൂട്ടത്തിൽ 400 പണ്ഡിതന്മാർ, 4000-400 പണ്ഡിതന്മാർ പരസ്പരം അവർ ബൈഅത്ത് ചെയ്തു. ഇനി ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ഞങ്ങൾ പോകാനില്ല. ഈ റായ വിട്ടിട്ടു, ഈ യസ്രിബ് അല്ലെങ്കിൽ ഇന്നത്തെ മദീന, ഈ റായ വിട്ടിട്ടു ഇനി നാട്ടിലേക്ക് ഞങ്ങളില്ല. അഥവാ രാജാവിൻ്റെ കൂടെ ഇനി യാത്ര ചെയ്യാൻ, അപ്പുറം യാത്ര ചെയ്യാൻ ഞങ്ങളില്ല. ഞങ്ങൾ പിന്നെ ഈ യസ്രിബ് റായ തന്നെ ഇത് റായ ആക്കിയിട്ട് ഞങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഈ അഭിപ്രായം രാജാവിനോട് അറിയിച്ചു. ഞങ്ങൾ ഇനി അപ്പുറമില്ല, നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്താലും എന്ത് ചെയ്താലും ഇതിൻ്റെ അപ്പുറം ഞങ്ങൾ ഇനി യാത്രയ്ക്കില്ല. അങ്ങനെ സമയമാകുമ്പോൾ, പോകാനുള്ള സമയമാകുമ്പോൾ രാജാവ് മന്ത്രിനെ വിളിച്ചു. ആരാണ് മന്ത്രി? അമാരിസ്. അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ 400 ഉലമാക്കൾ എന്തേ ഞങ്ങളോടൊപ്പം യാത്രക്കില്ല? അവർ ഞങ്ങളോടൊപ്പം യാത്രക്കില്ല എന്ന് പറയുന്ന കാരണം എന്താണ്? അത് നീ അറിഞ്ഞു വരണം, അവരോട് ചോദിച്ച് എന്നോട് പറയണം. അങ്ങനെ അമാരിസ് ഈ 400-ഓളം പണ്ഡിതന്മാരെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇനി യാത്രക്കില്ല എന്ന തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഇനി അപ്പുറം യാത്രക്കില്ല എന്ന് പറഞ്ഞല്ലോ, എന്തേ കാരണം? അങ്ങനെ വരാതിരിക്കാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്, മന്ത്രിയോട് പറയുന്നത്, ഈ നാട്, അതേപോലെ നേരത്തെ ഞങ്ങൾ പോയ പരിശുദ്ധമായ മക്ക, ഈ 2 നാടിനും വലിയ മഹത്വമുണ്ട്. ആ മഹത്വം ലഭിക്കാനുള്ള കാരണം എന്താണ്? അത് അവസാനം ഒരു നബിയായി വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ നാട്ടിലേക്ക് മക്കയിൽ ജനിച്ചിട്ട് ആ മക്ക എന്നിട്ട് ഹിജ്റ വരുന്ന നാടാണ് ഈ മദീന. ആ ആളെ കൊണ്ടിട്ടാണ് ഈ മക്കത്തിനും ഈ മദീനക്കും വലിയ മഹത്വമുള്ളത്. എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കും, ആരാണ് അയാൾ? യുഖാലു ലഹു മുഹമ്മദുൻ. 1000 കൊല്ലത്തിനു മുന്നേ റസൂലുള്ളാഹിനെ മൗലിദ് ഓതുന്ന പണ്ഡിതന്മാർ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം പറയുന്ന ആലിമീങ്ങൾ, ആ 400 പണ്ഡിതന്മാർ പറഞ്ഞു, മക്കത്തേക്കും കഅബ ശരീഫിനും മദീനത്തേക്കും മഹത്വം കിട്ടാനുള്ള കാരണം അത് ഒരാളാണ്. അയാൾ മക്കത്ത് ജനിക്കും, മദീനയിലേക്ക് ഹിജ്റ വരും. യുഖാലു ലഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് മുഹമ്മദ് എന്ന് പറയപ്പെടും. അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്. പിന്നെ ആ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹം ഇമാമുൽ ഹഖ്, സത്യത്തിൻ്റെ ഇമാമാണ്, ഹഖിൻ്റെ ഇമാമാണ്. അയാൾ ആരാണ്? ഹഖിൻ്റെ ഇമാമാണ്. സ്വാഹിബുൽ ഖുർആനി വൽ ഖിബ്ല. ആ നബി സത്യത്തിൻ്റെ നേതാവും ഖുർആനിൻ്റെയും ഖിബ്ലയുടെയും അവകാശിയാണ്. പറയണ്ട, ആ ആള് ഖുർആനിൻ്റെ അവകാശിയാണ്, അതേപോലെ പരിശുദ്ധമായ ഖിബ്ലയുടെ അവകാശിയാണ്, ഹഖിൻ്റെ ഇമാമാണ്, സത്യത്തിൻ്റെ ഇമാമാണ്. മുഹമ്മദ് എന്ന് പറയപ്പെടും. സ്വാഹിബുൽ ഖുർആനി വൽ ഖിബ്ല, ഖിബ്ലയുടെയും ഖുർആനിൻ്റെയും ആളാണ്. പിന്നെ പറഞ്ഞു കൊടുക്കുന്നു, സ്വാഹിബു ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമയുടെ സ്വാഹിബാണ്. 1000 വർഷത്തിനേക്ക് മുമ്പ് പരിശുദ്ധമായ മദീനയിൽ വെച്ച് മുത്തുനബിന്റെ മഹത്വം ആ ലക്ഷങ്ങൾ വരുന്ന ആളുകളെ മുമ്പിൽ ഈ 400 പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്. മൗലിദുഹു ബിമക്ക, അദ്ദേഹത്തിന്റെ ജനനം പരിശുദ്ധമായ മക്കയാണ്. അദ്ദേഹത്തിന്റെ ജനനം പരിശുദ്ധമായ മക്കയാണ്. വഹിജ്റത്തുഹു ഇലാ ഹൗന, ആ മക്കയിൽ നിന്ന് ഈ യസ്രിബ് നാട്ടിലേക്ക് അദ്ദേഹം ഹിജ്റ വരാനുണ്ട്. ഫതൂബാ ലിമൻ അദ്റകഹു വആമന ബിഹി, സന്തോഷമാണ് ലിമൻ അദ്റകഹു, അയാൾ ആരാണോ കണ്ടുമുട്ടുന്നത്, അയാളുമായിട്ട് ആരാണോ കണ്ടുമുട്ടുന്നവർ അവർക്ക് വല്ലാത്ത സന്തോഷമാണ്. വആമന ബിഹി, ആ ആളെ കൊണ്ട് ആരാണോ വിശ്വസിക്കുന്നത് അവർക്ക് സന്തോഷമാണ്. അതുകൊണ്ട് അയാളെയും കാത്തുനിട്ട് ആ സ്വാഹിബുൽ ഖിബ്ലയുടെയും ഖുർആനിന്റെയും ആളെ കാത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറം ഇനി യാത്രക്കില്ല എന്ന് അമാരിസിനോട്, മന്ത്രിയോട് ആ 400 പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കാര്യം അറിയിച്ചപ്പോൾ അമാരിസും തീരുമാനിച്ചു, ഇനി ഈ നാട് വിട്ട് ഞാനും അപ്പുറമില്ല, ഈ നാട് വിട്ടിട്ട് ഞാനും അപ്പുറമില്ല. ഈ 400 ഉലമാക്കളെ കൂടെ ഞാനും താമസിക്കാൻ, ഞാനും ഈ നാടിനെ നാടായി തീരുമാനിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ വിവരം കേട്ട മന്ത്രി രാജാവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞു, ഒന്നിരിക്കലോ ഞങ്ങൾ ആ മുഹമ്മദ് നബിയെ കണ്ടുമുട്ടും. ഇനി ഒരു പക്ഷേ ഞങ്ങൾ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞങ്ങളെ മക്കൾ ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാര്യം തുബ്ബഅ രാജാവിനോട് അമാരീസ് പറഞ്ഞപ്പോൾ ആ രാജാവിലേക്ക് വല്ലാത്തൊരു അത്ഭുതം. ആ രാജാവിൻ്റെ മനസ്സിന് മുത്തുനബിയോടുള്ള ഒരു മഹബത്ത് ഖൽബിൽ കടന്നുപോയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രാജാവും അവരെ കൂടെ 1 വർഷം ആ ഹബീബായ മുത്തുനബിയെ ബഹുമാനിച്ചുകൊണ്ട്, ഹബീബായ മുത്തുനബി നാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ, ഈ നാട്ടിനെ ബഹുമാനിച്ചുകൊണ്ട് 1 വർഷം ആ രാജാവും അവിടെ അവരെ കൂടെ താമസിച്ചു. യാത്ര പോയില്ല. യസ്രിബിൽ, ഇന്നത്തെ മദീന മുനവ്വറയിൽ തുബ്ബഅ രാജാവും അവിടെ 1 കൊല്ലത്തോളം താമസിച്ചു. അങ്ങനെ 1 കൊല്ലം പൂർത്തിയായപ്പോൾ അതാ പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ട് രാജാവ് ഒരു കത്തെഴുതുകയാണ്. അതാണ് കത്ത്. ഒരു കത്തെഴുതുകയാണ്. ആ കത്തിനെ സ്വർണം കൊണ്ട്, പൊന്നുകൊണ്ട് അതിനെ മുദ്ര വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മദീനയിലേക്ക് വരുമ്പോൾ ഞാൻ ഉണ്ടെങ്കിലായി, ഞാൻ ഇല്ലെങ്കിൽ, ഞാൻ ഇവിടുന്ന് പോയാൽ ആ കത്ത് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു, ആ കടലാസ് നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടാൽ എൻ്റെ കത്ത് കൊടുക്കണം ആ നേതാവിനിക്ക്. ഇനി നിങ്ങളില്ലെങ്കിലോ നിങ്ങളെ മക്കള്, നിങ്ങളെ അത് അനന്തരാവകാശികളെ ഏൽപ്പിക്കണം. അങ്ങനെ കൈമാറി ആ ഹബീബായ മുത്തുനബിക്ക് എത്തണം. എന്താണ് ആ കത്തിലുള്ളത്? ആ തുബ്ബഅ രാജാവു എന്താണ് ആ കത്തിൽ എഴുതി വെച്ചത്? അമ്മാ ബഅദു യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻഷാ അല്ലാഹ്. അങ്ങനെ നീണ്ട കത്ത്. എന്താണ് ആ കത്തിൽ എഴുതി വെച്ചത്? എന്താണ് റസൂലുള്ളാഹിന്റെ മഹത്വമുള്ളത്? ആ തുബ്ബഅ രാജാവ് എന്താണ് ആ റസൂലുള്ളാഹിനോട് അതിൽ എഴുതി വെച്ചത്? ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയും ഞങ്ങളല്ല, 1000 കൊല്ലങ്ങളല്ല, ആദം നബി അലൈഹിസ്സലാമിലേക്ക് തന്നെ അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ മലായികങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാൻ, മദ്ഹ് ചൊല്ലാൻ ഞങ്ങൾ കുറച്ച് ആളുകളല്ല. മുത്തുനബി ജനിക്കുന്നതിന് മുമ്പ് മദീനത്ത് തന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, മുത്തുനബി ജനിച്ചിട്ടില്ല, മുത്തുനബി വന്നിട്ടില്ല, ആ വരുന്നതിന് മുമ്പ് തന്നെ ലോകം ഭരിച്ച രാജാക്കന്മാർ
റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടാൻ, റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ പാടാൻ ആ പാടുന്ന ആലിമീങ്ങൾക്കും ആ പാടുന്ന ആശിക്കീങ്ങൾക്കും അവർ കൊടുത്ത സ്ഥാനമാണ് ഇനിയുള്ള ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ പറയാൻ ഞങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന നമ്മുടെ സന്താന പാരമ്പര്യത്തിലേക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റസൂൽ